ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മുടെ പ്രോബ്ലംസിൻ്റെ ഡേ 3 നോക്കാം. അപ്പോൾ അറിയാമല്ലോ, സാനിറ്ററി കെമിസ്ട്രി ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കേട്ടോ. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ CFSE ഫോർ എൻ ഒക്ടാഹെഡ്രൽ ഹൈ സ്പിൻ D4 സിസ്റ്റം? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? CFSE ആണ് അല്ലേ, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. ആരുടെയാണ്? D4ൻ്റെ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്: -12 DQ, -6 DQ, -24 DQ, -18 DQ. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, CFSE എന്ന് പറയുമ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയാണ്. പിന്നെ വരുന്നത് ഒക്ടാഹെഡ്രൽ ആണ് അല്ലേ, ഒക്ടാഹെഡ്രൽ ആണ്. അതേപോലെ ഹൈ സ്പിൻ ആണ്, D4 ആണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒക്ടാഹെഡ്രൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ എൻ ഒക്ടാഹെഡ്രൽ ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കറിയാം 5 ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ് ഉള്ളത്. 5 ഡീജനറേറ്റ് D ഓർബിറ്റൽസ് ഉണ്ട്. അത് 2 സെറ്റായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. സ്പ്ലിറ്റ് ഇൻറ്റു 2 സെറ്റ്സ്. ഏതൊക്കെയാ? T2G ഉണ്ട്, EG ഉണ്ട് അല്ലേ. T2G ഉണ്ട്, അതുപോലെ EG ഉണ്ട്. T2Gൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ എനർജിയാണ്. 3 ഓർബിറ്റൽസ് ആണ് അതിലുണ്ടാവുക. EG ആണെങ്കിലോ ഹയർ എനർജിയാണ്, 2 ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുക. ക്ലിയർ ആയോ? അപ്പോൾ നമ്മളിപ്പോൾ 5 ഡീജനറേറ്റ് D ഓർബിറ്റൽസിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതൊരു ഒക്ടാഹെഡ്രൽ ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ 2 പേരുള്ളത് T2Gയും EGയുമാണ്. EGയിൽ 3 എണ്ണം വരും, EGയിൽ 1 എണ്ണം വരും. കാരണം ഇത് ഹൈ സ്പിൻ ആണ്. അപ്പോൾ എല്ലാവരും സിംഗിളി ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ പെയറിങ് നടക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ 4 എണ്ണം എന്ന് പറയുന്നത് ഈ രീതിയിൽ T2Gയിൽ ഫില്ല് ചെയ്തുകൂടെ? ഇല്ല, ഒരിക്കലുമല്ല, അങ്ങനെ സംഭവിക്കില്ല. ഹൈ സ്പിൻ ആയതുകൊണ്ട് ഇവിടെ 3 ആൾ സിംഗിളായിട്ട് വരും. അതിനുശേഷം 4ാമത്തെ ആൾ മുകളിലോട്ട് പോവും, 5ാമത്തെ ആളാകുമ്പോൾ അതും മുകളിലോട്ട് പോവും, 6ാമത്തെ ആൾ വരുമ്പോഴാണ് ഇവിടെ പെയറിങ് നടക്കുകയുള്ളൂ T2Gയിൽ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒക്ടാഹെഡ്രൽ ആണ്, ഹൈ സ്പിൻ ആണ് എങ്കിൽ T2G EG വരും. ഹൈ സ്പിൻ ആയതുകൊണ്ട് തന്നെ സിംഗിളി ഫില്ലിംഗ് ആണ് ആദ്യം നടക്കുക. T2Gയുടെ പ്രത്യേകത ലോവർ എനർജിയാണ്, 3 ആളാണ്. EGയിലാണെങ്കിലോ ഹയർ എനർജിയാണ്, 2 ആണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? D4 ആണ് അല്ലേ. D4 വരുമ്പോൾ ഇവിടെ 3 എണ്ണം, ഇവിടെ 1 എണ്ണം എന്ന് പറഞ്ഞു. എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് സെറ്റ് എന്ന് പറയുന്നത് 10 DQ ആണ് എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് T2Gയിൽ -4 DQ വരും. ദെൻ EGയിലാണെങ്കിലോ +6. T2Gയിൽ -4 DQ വരും, EGയിലാണെങ്കിൽ നമുക്ക് +6 DQ. ഇതാണ് എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് പെർ ഇലക്ട്രോൺ. അപ്പോൾ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. T2Gയിൽ എത്ര ആളുണ്ട്? 3 ആളാണുള്ളത് അല്ലേ. അപ്പോൾ ഈ 3 ആളെ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 3 ഇൻറ്റു T2Gയിൽ എത്രയെന്ന് ഞാൻ പറഞ്ഞത് -4 DQ ആണ്. അപ്പോൾ 3 ഇൻറ്റു -4 DQ ഇസ് ഈക്വൽ ടു -12 DQ വരും. ഇനി EGയുടെ കേസിലോ 1 ഇലക്ട്രോൺ ആണ്, ഇൻറ്റു +6 DQ, ദാറ്റ് ഈസ് ഈക്വൽ ടു +6 DQ വരും. ഇനി ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ -12 DQ +6 DQ ഈക്വൽ ടു എന്ത് വരും? -6 DQ. ഇതാണ് നമ്മുടെ ആൻസർ. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് പറയുന്നത് ഓപ്ഷനിലുണ്ടോ? യെസ്, -6 DQ ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയോ? ഇത് നന്നായി പഠിച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പല തവണയും ചോദിക്കും. അതേപോലെ ടെട്രാഹെഡ്രലിൽ ചോദിക്കും, ലോ സ്പിന്നിൽ ചോദിക്കും. ലോ സ്പിൻ ആകുമ്പോൾ പെയറിങ് ആദ്യം നടക്കും, എന്നിട്ട് ഹയറിലോട്ട് പോവുള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇതുപോലത്തെ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റൽ കാർബണിൽ ഡസ് നോട്ട് ഒബേ ദ EAN റൂൾ? എന്താണ് EAN റൂൾ എന്ന് പറഞ്ഞാൽ? ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ റൂളാണ് EAN റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്നത് NaCO 4 times, FeCO 5 times, CrCO 6 times, VCO 6 times. ഇത്രയും ആൾക്കാരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് EAN റൂൾ ഒബേ ചെയ്യാത്ത ആളെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. EAN റൂൾ എങ്ങനെ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് നമ്മൾ ഒരു ഇഫക്റ്റീവ് അറ്റോമിക് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ നോബൽ ഗ്യാസ് കോൺഫിഗറേഷനുമായിട്ട് ഈ നമ്പർ ഈക്വൽ ആണോ നോക്കിയിട്ടാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ ആരാ കിടക്കുന്നത്? നിക്കൽ ടെട്രാ കാർബണൈലാണ് അല്ലേ. അപ്പോൾ NaCO 4 times ഇതാണ് നമ്മൾ ആദ്യത്തെ.
അപ്പോൾ നിക്കലിനെ നമുക്കറിയാം അതിൻ്റെ ട്രാൻസിഷൻ എലമെൻ്റ് ആണ് 28 ആണ് വരുന്നത് അല്ലേ അറ്റോമിക് നമ്പർ. അപ്പോൾ ഈ ട്രാൻസിഷൻ എലമെൻറ്റ് നമ്മൾ ഔട്ടർ ഇലക്ട്രോൺ കണ്ടുപിടിക്കാനായിട്ട് ബാലൻസ് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് എളുപ്പമുണ്ട്. ഇവർ രണ്ടുപേരെ നമ്മൾ ആഡ് ചെയ്താൽ മതി. അതെല്ലാവർക്കും ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു സ്കാൻഡിയം തൊട്ട് കോപ്പർ വരെയുള്ള ആൾക്കാർക്ക് ആ രീതിയിൽ എടുത്താൽ മതി. സ്കാൻഡിയം ആണെങ്കിൽ 21 അല്ലേ, അപ്പോൾ ഔട്ടർ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 + 1 3 ആണ്. മനസ്സിലായോ? അതേപോലെ ടൈറ്റാനിയം ആണെങ്കിൽ 22, അപ്പോൾ 4 വരും. വനേഡിയം 23, അപ്പോൾ 5 വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എടുക്കാം. ജസ്റ്റ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ നിക്കലിൻ്റെ കേസിൽ 28 ആണ് അറ്റോമിക് നമ്പർ. ഔട്ടർ ഇലക്ട്രോൺ വാലൻസി എന്ന് പറയുന്നത് 10 വരും. ഓക്കെ, ഇനി നമുക്കറിയേണ്ട കാര്യം നിക്കൽ കൂടാതെ ഇവിടെ പിന്നെ ആരാ ഉള്ളത്? 4 CO ഗ്രൂപ്പ് ഉണ്ട്. ഒരു കാർബണിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺസിനെയാണ് CO ലിഗാൻഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 4 × 2 CO ഗ്രൂപ്പിൻ്റെ കോൺട്രിബ്യൂഷനാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം 2 ഇലക്ട്രോണിനാണെങ്കിൽ 4 എണ്ണം വരുമ്പോൾ 8 ഇലക്ട്രോൺ വരും. ഇനി ഇവ തമ്മിൽ ആഡ് ചെയ്യുക. അതായത് ഇവിടെ 10 ഉണ്ട്. നിക്കലിൻ്റെ 10ഉം കാർബണലിൻ്റെ 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 18 കിട്ടി. ഇത് ഏതെങ്കിലും ഒരു നോബൽ ഗ്യാസിൻ്റെ അറ്റോമിക് നമ്പറുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ഈ AN റൂൾ ഒബേ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ നോബൽ ഗ്യാസുകളൊക്കെ ഒന്ന് എഴുതി വയ്ക്കാം. നോബൽ ഗ്യാസിൻ്റെ അറ്റോമിക് നമ്പർ ഹീലിയം വരുമ്പോൾ 2 വരും. നമുക്ക് വേറെ കളറിൽ നോട്ട് ചെയ്യാം, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. ഹീലിയം വരുമ്പോൾ 2 വരും. നിയോണിന് 10 വരും. 10 ആർഗൺ 18 വരും. പിന്നെ ക്രിപ്റ്റൺ വരുമ്പോൾ 36 വരും. സെനോണിന് 54, റാഡൻ 86. ഇതാണ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനോട് ഈക്വൽ ആയിട്ട് വന്നാലാണ് ഈ AN റൂൾ ഒബേ ചെയ്യുക. അപ്പോൾ ഇതിലുണ്ടല്ലോ 18 ഉണ്ട്. സോ ഇത് ഒബേ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത നമ്മുടെ ആളാരാ? FeCO 5 ടൈംസ്. FeCO 5 ടൈംസ് അല്ലേ. ഇവിടെ എന്താ വരുന്നത്? Fe എന്ന് പറയുമ്പോൾ 26 ആണ്. സോ വാലൻസി എന്ന് പറയുമ്പോൾ 2 + 6 8 വരും. ഓക്കെ, ഇനി ഒരു കാർബണലിന് 2 എണ്ണം. CO ഗ്രൂപ്പ് ഒരെണ്ണം 2, 5 എണ്ണം വരുമ്പോൾ 5 × 2 = 10 വരും. ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 8 + 10 ചെയ്യുമ്പോൾ 18 വന്നു. വീണ്ടും ഒബേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും എന്താണ്? ഈ AN റൂൾ ഒബേ ചെയ്യുന്നുണ്ട്. അടുത്ത ആളാരാ? CrCO 5 ടൈംസ്. CrCO 5 ടൈംസ്. ക്രോമിയത്തിന് നമുക്കറിയാം അറ്റോമിക് നമ്പർ 24 ആണ്. വാലൻസി എന്ന് പറയുന്നത് 6 വരും. 2 + 4 6 വരും. ഒരു കാർബണിൽ ഗ്രൂപ്പിന് 2 എണ്ണം വെച്ച് 5 എണ്ണത്തിന് 10. സോ എന്ത് വരും? തെറ്റിയുണ്ടോ? ഇവിടെ വരുമ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ക്രോമിയത്തിന് 6 ടൈംസ് ആണ് കേട്ടോ. ഇവിടെ ഞാൻ എടുത്തത് മിസ്റ്റേക്ക് വന്നാണ്. CO 5 ടൈംസ് അല്ല, 6 ടൈംസ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ഒരു കാർബണിൽ 2 ഇലക്ട്രോൺ 6 എണ്ണം വരുമ്പോൾ 12 എണ്ണം വരും അല്ലേ. അപ്പം എന്ത് വരും? ഇവിടെ 6 + 12 വരും. ദാറ്റ്സ് ഈക്വൽ ടു 18. അപ്പോൾ ഇതും ഒബേ ചെയ്യുന്നുണ്ട് അല്ലേ. അതും ഒബേ ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ആളാരാണ്? വനേഡിയം. VCO 6 ടൈംസ്. VCO 6 ടൈംസ്. ഇതിൻ്റെ പ്രത്യേകത എന്താ? വനേഡിയത്തിൻ്റെ നമ്പർ അറിയണം. 23 ആണ്. വാലൻസി എന്ന് പറയുന്നത് 5 ആണ്. ഇവിടെ 6 കാർബണിൽ ഗ്രൂപ്പാണുള്ളത്. 12 വരും അല്ലേ. 6 × 2 12. 5 + 12 എന്ന് പറയുമ്പോൾ 17 ആണ് വരുന്നത്. 17 എന്ന് പറയുന്നത് ഇതിലുണ്ടോ? ഇല്ല. അപ്പോൾ ഈ AN റൂൾ ഒബേ ചെയ്യുന്നില്ല. ഒബേ ചെയ്യാത്ത ആളാരാണ്? വനേഡിയത്തിൻ്റെ ആളാണ് കേട്ടോ. VCO 6 ടൈംസ് ആണ് ഒബേ ചെയ്യാത്തത്. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. പക്ഷേ അറ്റോമിക് നമ്പർ നമുക്ക് അറിയണം. അതുപോലെ നോബൽ ഗ്യാസിൻ്റെ നമ്പർ നിങ്ങൾ കാണാതെ പഠിക്കണം. എന്നാൽ മാത്രം ഇതിൽ ഏത് വേണമെങ്കിലും വരാം. ഇതിൽ ഏതിനോട് ഈക്വൽ വന്നാലും അത് ഒബേ ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ കോർഡിനേഷൻ നമ്പർ ഓഫ് അയേൺ ഇൻ ഹീമോഗ്ലോബിൻ. ഓപ്ഷൻസ് 4, 5, 6, 7. അപ്പോൾ ഇവിടെ അറിയേണ്ട കാര്യം ഹീമോഗ്ലോബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അയേൺ ആണല്ലോ അല്ലേ. അയേണിൻ്റെ കാര്യമല്ലേ ചോദിക്കുന്നത്. അപ്പം ഹീമോഗ്ലോബിനിൽ അയേൺ എന്ന് പറയുന്നത് Fe2+ ആയിട്ടാണ് നിൽക്കുന്നത്. മനസ്സിലായോ? അയേൺ എങ്ങനെ നിൽക്കുന്നത്? Fe2+ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. 2+ ആണ്. പിന്നെ ഈ 6 ലിഗാൻഡുമായിട്ട് ഈ അയേൺ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 4 എണ്ണം നൈട്രജൻ ആണ്. നമ്മൾ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 4 നൈട്രജൻ തന്നെ വരുന്നുണ്ട്.
മനസ്സിലായോ? പിന്നെ വേറെ ഗ്രൂപ്പുമായിട്ട് അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 നൈട്രജൻ ആറ്റം ഫ്രം ദ പോർഫിരിൻ റിംഗ്, പിന്നെ 1 നൈട്രജൻ ആറ്റം ദ പ്രോക്സിമൽ ഹിസ്റ്റിഡിൻ ഗ്രൂപ്പ്, അതായത് ഗ്ലോബിൻ പ്രോട്ടീൻ്റെ ഭാഗമായിട്ട് വരുന്നത്, പിന്നെ 1 ഓക്സിജൻ അല്ലെങ്കിൽ വാട്ടർ മോളിക്യൂളായിട്ട്, അങ്ങനെ 6 എണ്ണമാണ് ഇത് കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 6 ആണ് കോർഡിനേഷൻ നമ്പർ ഓഫ് അയൺ ഇൻ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളാം. അടുത്ത ക്വസ്റ്റ്യൻ, what designation is given to a sublevel having n equal to 4 l equal to 1? വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇപ്പോഴും പലർക്കും ഇത് അറിയുന്നില്ല. മനസ്സിലായോ? n 4ഉം l 1ഉം ആയി കഴിഞ്ഞാൽ ഏത് ഡെസിഗ്നേഷനാണ് കൊടുക്കുക എന്നുള്ളതാണ്. 4p 4s 4d 4s. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, n എന്ന് പറയുന്നത് ഇവിടെ എത്ര തന്നുള്ളത് 4 ആണ്. n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആണ് കേട്ടോ, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആണ്. പിന്നെ പറയുന്നത് L ആണ്, L equal to 1 എന്നുണ്ട്, അത് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ ആണ്, മറക്കരുത്. ഇത് ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് ഇത് നമ്മൾ അവിടെ നമ്പർ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കോണ്ടന്റ് നമ്പറിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ്. അപ്പോൾ L 0 ആണെങ്കിൽ നമുക്കറിയാം L equal to ഏതൊക്കെ വരാം, 0 1 2 3 4 ഇങ്ങനെ വരാം. അതായത് S P D F G അങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ജി ഒന്നും നോർമലി എഫ് വരെ തന്നെ വരാറുള്ളൂ കേട്ടോ, കൺഫ്യൂഷൻ ആവണ്ട. പിന്നെ ഈ എന്ന് പറയുന്നത് എന്താണ്, പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആണ്. അപ്പോൾ ഇവിടെ L1 എന്ന് പറഞ്ഞതുകൊണ്ട് ഇത് ഏതായിരിക്കും, പി ആണ് ഡെസിഗ്നേഷനിൽ വരുന്നത്. പിന്നെ N എന്ന് പറയുന്നത് കോണ്ടന്റ് നമ്പർ ആണ് അല്ലേ, അപ്പോൾ 4p ആണ് ആൻസർ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ, 4p ആണ് അതിൻ്റെ ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the state of hybridization of beryllium in BeF2, sp3 sp2d sp3d sp. ഞാൻ മുന്നേ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാ, BeF2, ഈ ബിയുടെ പ്രത്യേകത അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് 2 എണ്ണം ബോണ്ട് ചെയ്തിട്ടുണ്ട്, 2 ഫ്ലൂറിൻ ബോണ്ട് ചെയ്തിട്ടുണ്ട്, 2 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4/2 ഈക്വൽ ടു 2 ആൻസർ വരുമ്പോൾ ഒരു എസും ഒരു പിയും അതിനുള്ളതല്ലേ ഉള്ളൂ. 3 എണ്ണം വന്നാൽ sp2 വരും, 4 എണ്ണം വന്നാൽ sp3 വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ ഇവിടെ ഏതാ വരുന്നത്, 2 ആണ് വരുന്നത്. സോ sp ആണ് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ബെറിലിയം ഫ്ലൂറൈഡിൻ്റെ പ്രത്യേകത അതിന് ലീനിയർ സ്ട്രക്ചറാണ് കേട്ടോ, ഓർത്ത് വെച്ചോളൂ, ലീനിയർ സ്ട്രക്ചറാണ്. പിന്നെ അറ്റോമിക് നമ്പർ എത്രയാണ്, 4 ആണ്. 1s2 2s2 എന്ന് നമുക്ക് എഴുതാം അതിൻ്റെ കോൺഫിഗറേഷൻ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഔട്ടറിൽ 2 എണ്ണല്ലേ വന്നില്ല, ആ 2 ആണ് നമ്മൾ ഈ ബാലൻസി ആയിട്ട് എടുത്തുള്ളത്. ഓക്കെ, ഈ BF2 ബെർലിയം 2 സിഗ്മ ബോണ്ട് ഫ്ലൂറിനുമായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് sp ഹൈബ്രിഡൈസേഷനാണ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ ഷേപ്പ് ലീനിയർ ആണ്, ബോണ്ട് ആംഗിൾ അപ്പോൾ എന്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയണം. ഓക്കെ, അപ്പോൾ BE സെൻറ്ററിൽ വരും, 2 ഫ്ലൂറിന് വരും. അപ്പോൾ വളരെ സിമ്പിളാണ് കേട്ടോ, അപ്പോൾ തന്നെ പഠിച്ചോളൂ. വിച്ച് ആൽക്കലോയിഡ് ഈസ് പ്രസൻറ്റ് ഇൻ ഹെംലോക്ക് സീഡ്? ഓപ്ഷൻ കൊനൈൻ, ക്യൂനൈൻ, പിപ്പെരിൻ, മോർഫിൻ. ഈ ഹെംലോക്ക് എന്ന് പറയുന്ന സീഡ് ഉണ്ടല്ലോ, അത് സീഡിൽ മാത്രമല്ല, ഹെംലോക്കിൻ്റെ ലീഫ്, തണ്ട്, ഇതിലൊക്കെ കാണപ്പെടുന്ന ഒരു ആൽക്കലോയിഡാണ് കൊനൈൻ എന്ന് പറയുന്നത്. കൊനൈൻ. ഓക്കെ, ഇത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയൊക്കെ കാര്യമായിട്ട് ബാധിക്കും. മാത്രമല്ല പാരാലിസിസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഫെയ്റ്റൽ റെസ്പിറേറ്ററി ഫെയിലിയർ ഒക്കെ ഉണ്ടാക്കും. റെസ്പിറേറ്ററി ഡിസീസസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന കക്ഷിയാണ് കേട്ടോ. അത്ര നല്ല പുള്ളിയല്ല. ഹെംലോക്ക് പോയ്സണിങ് എന്ന് പറയുന്നത് സോക്രട്ടീസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഫേമസ് ആയിട്ടുള്ളതാണ്, നിങ്ങൾ നെറ്റിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഹെംലോക്ക് എന്ന് പറയുന്ന ഇത് ഒരു ടോക്സിക് ആൽക്കലോയിഡാണ്. ഹെംലോക്ക് സീഡ്, ലീവ്സ്, സ്റ്റെം ഇതിലൊക്കെ കാണപ്പെടും. ന്യൂറോടോക്സിനാണ്, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ ലീഡിങ് ടു പാരാലിസിസ്, അതുപോലെ റെസ്പിറേറ്ററി ഫെയിലിയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊഡ്യൂസർ ഗ്യാസ് ഈസ് എ മിക്സ്ചർ. പണ്ട് ഒരു സമയത്ത് സ്ഥിരമായി വന്നിരുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. CO+H2 CO+H2O CO+N2 CO+O2. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്, നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ പല ആൻസേഴ്സൊക്കെ വരാറുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, CO+N2 ആണ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡും നൈട്രജനും. കാർബൺ മോണോക്സൈഡിൻ്റെയും നൈട്രജൻ്റെയും മിക്സ്ചറാണ് നമ്മുടെ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ പാസിങ് ഓവർ റെഡ് ഹോട്ട് കോക്ക് ഓർ കോൾ ഇൻ എ ഗ്യാസിഫയർ. അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് CO+O2 ഗീവ്സ് എന്താണ്, CO2. എന്നിട്ട് C+CO2 റിയാക്ട് ചെയ്തിട്ട് 2CO ഫോം ചെയ്യും. അപ്പോൾ നൈട്രജൻ അവിടെ അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കും.
ഓക്കെ, ഈ നൈട്രജൻ്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ 78% കാണപ്പെടുന്നതാണ് നൈട്രജൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്യുവർ ഓക്സിജന് പകരമായിട്ട് നൈട്രജനാണ് യൂസ് ചെയ്യുന്നത്, ലാർജ് എമൗണ്ട് ഗ്യാസിൽ പ്രസൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഈ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുന്നത് CO+N2 ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പോയിന്റ് ഗ്രൂപ്പ് ഡസ് CO2 മോളിക്യൂൾ ബിലോങ്സ് ടു? D∞H, C3b, C2b, C∞V. ഇതിന് ഞാൻ ഈസി ആയിട്ട് ആൻസർ പറഞ്ഞുതരാം. D∞H ആണ് വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളോട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ലീനിയർ മോളിക്യൂളിനെ എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ലീനിയർ മോളിക്യൂൾ അല്ലേ, എടുത്തു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ പറയാം. ഇൻവേർഷനെ ബേസ് ചെയ്തിട്ട് വിത്ത് I ഉണ്ട്, അതുപോലെ വിത്തൗട്ട് I ഉണ്ട്. ഈ രീതിയിൽ പറയാം. അപ്പോൾ അതിന് സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വിത്ത് I എന്ന് പറഞ്ഞാൽ അൺഷാർപ്പൻഡ് പെൻസിലാണ്. അതായത് അൺഷാർപ്പൻഡ് പെൻസിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡും ഒരേപോലെ ഇരിക്കും. മോന വന്നിട്ടില്ല അല്ലേ? രണ്ട് സൈഡും ഒരേപോലെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതിന് അൺഷാർപ്പൻഡ് പെൻസിൽ എന്ന് പറയാം. അവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് D∞H ആണ്. രണ്ട് സൈഡും ഒരുപോലെ ഇരിക്കുന്നുണ്ട്. വിത്തൗട്ട് I എന്ന് പറയുന്നത് എന്ത് വരും? ഷാർപ്പൻഡ് I ആണ് പറയുക, ഷാർപ്പൻഡ് I. അപ്പോൾ എന്തായിരിക്കും? ഒരു ഭാഗത്ത് ഇങ്ങനെ കൂർപ്പിച്ച മൊനയുണ്ടാവും അല്ലേ, മറ്റേ ഭാഗം രണ്ട് രീതിയിലായിരിക്കുന്നത്. അപ്പോൾ ഇത് അൺഷാർപ്പൻഡ് പെൻസിലും ഇത് ഷാർപ്പൻഡ് പെൻസിലുമാണ്. ഷാർപ്പൻഡ് പെൻസിൽ എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലിരിക്കുക. അവിടെ വരുമ്പോൾ പോയിന്റ് ഗ്രൂപ്പ് ചെയ്ത് വരും C∞V വരും. ഇത് C∞H ആണെങ്കിൽ ഇത് C∞V ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാമ്പിളിലോട്ട് കിടക്കാം. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തു, H2 എന്ന് പറയുമ്പോൾ H അല്ലേ, H അല്ലേ, രണ്ട് സൈഡും ഒരേപോലെ തന്നെയല്ലേ. അപ്പോൾ H2 വിത്ത് I വരുന്നതാണ്. അതുപോലെ ഏതും ഇപ്പോൾ Cl2, N2, CO2ൻ്റെ പ്രത്യേകത എന്താ? രണ്ട് സൈഡും എന്താണ്? ഓക്സിജനാണ്, ഒരേപോലെയല്ലേ വരുന്നത്. F2 ഇതൊക്കെ ഏതിലാണ് വരുന്നത്? വിത്ത് Iലാണ് വരുന്നത്. അവർക്കൊക്കെ C∞H ആണ്. വിതൗട്ട് I എന്ന് പറയുമ്പോൾ C∞V ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിന് എക്സാമ്പിൾ HCl, HCN. ഓക്കെ, HX ഹൈലജൻ ഏതോ ആയിക്കോട്ടെ, HX ടൈപ്പൊക്കെ വരുന്നത് C∞Vയിലായിരിക്കും. അപ്പോൾ നമ്മുടെ CO2 ഇപ്പോൾ ഇതിലാണ് വന്നത് D∞Hൽ. നമ്മുടെ ആൻസർ എന്താണ്? D∞H. ഇനി മറക്കരുത് കേട്ടോ. അപ്പോൾ കുറേ എണ്ണത്തിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ആൽക്കലോയിഡ് യൂസ്ഡ് ആസ് എൻ ആൻറ്റി മലേറിയൽ ഡ്രഗ്, എട്രോപ്പിൻ, കൊക്കൈൻ, ക്യൂനൈൻ, ക്വനൈൻ. ഏത് ആൽക്കലോയിഡാണ് ആൻറ്റി മലേറിയൽ ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നത്? ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്, ക്യൂനൈൻ ആണ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ ക്യൂനൈൻ എന്ന് പറയുന്നത് സിങ്കോണ ട്രീയുടെ ബാർക്കിൽ നിന്നുണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ, സിങ്കോണ ട്രീ. ഓക്കെ, ക്യൂനൈൻ കേട്ടോ ആൻറ്റി മലേറിയൽ ഡ്രഗായിട്ടാണ് സംഭവത്തിന് ഉപയോഗിക്കുന്നത്, ആൻറ്റി മലേറിയൽ ഡ്രഗ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇനിയിപ്പോൾ ബാക്കി ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? എട്രോപ്പിൻ ഉണ്ടല്ലേ, എട്രോപ്പിൻ്റെ പ്രത്യേകത മസിൽ റിലാക്സൻ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ കൊക്കൈൻ ഉണ്ട്, കൊക്കൈൻ്റെ പ്രത്യേകത ഇതൊരു സ്റ്റിമുലൻ്റ് ആണ്, അനസ്തെറ്റിക് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മലേറിയയുടെ ട്രീറ്റ്മെൻറ്റിനൊന്നും ഇത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. പിന്നെ കൊനൈൻ്റെ പ്രത്യേകത ടോക്സിക് ആൽക്കലോയിഡ് ആണ്, ഹെംലോക്ക് സീഡിൽ കാണുന്നതാണ്, പാരലൈറ്റിക് ഇഫക്റ്റിനൊക്കെ കാരണമായിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The heat of neutralization when a strong acid is neutralized by a strong base. Options 57 kilojoule per mole, 57 calorie per mole, 57 joule per mole, minus ഉണ്ട് കേട്ടോ, -57 kilocalorie per mole. അപ്പോൾ നിങ്ങളിവിടെ ഓർക്കേണ്ട കാര്യം, ഈ ക്വസ്റ്റ്യൻ എന്താ? ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ വെൻ എ സ്ട്രോങ് ആസിഡ് ഈസ് ന്യൂട്രലൈസ്ഡ് ബൈ എ സ്ട്രോങ് ബേസ് എന്നാണ് അല്ലേ. ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ ഫോർ സ്ട്രോങ് ആസിഡ് റിയാക്ടിങ് വിത്ത് എ സ്ട്രോങ് ബേസ്, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ എൻതാൽപ്പി ചേഞ്ച്. അതായത് 1 mole ഓഫ് വാട്ടർ ഫോം ചെയ്യാണ്. എവിടെ നിന്നാണ് 1 mole വാട്ടർ ഫോം ചെയ്യുന്നത്? H+ നിന്നും OH- നിന്നും ഇത് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അല്ലേ, അവിടെ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ച് ആണ്. അതൊരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ്. അതേതാണ്? -57 kilojoule per mole എന്ന് പറയുന്നത് ഓപ്ഷൻ A ആണ്, -57 kilojoule per mole. അത് നിങ്ങൾ കാണാതെ പഠിച്ചോളൂ കേട്ടോ. അപ്പോൾ അവിടെ H+ഉം അതേപോലെ OH- തമ്മിൽ റിയാക്ഷൻ നടക്കുകയാണ്. എന്നിട്ട് അവിടെ എന്താ ഫോം ചെയ്യുന്നത്? H2O ഉണ്ടാവും.
ഒരു ലിക്വിഡ് അവിടെ ഫോം ചെയ്യും. അവിടെ നടക്കുന്ന എൻതാൽപ്പി ചേഞ്ചാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, -57 kJ/mol. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.